എൻ്റെ അമിത മധ്യാസക്തൻ ദൈവസഹായത്താൽ ഏതൊരു അത്ഭുതകരമായ ടൈമുകളിലുണ്ട് നിർദ്ദേശിക്കുന്ന രീതിയിൽ ജീവിക്കേണ്ടി വന്നിട്ടില്ല. ഹായ് അശ്വൻ, ഹായ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മള് ആസ്പിൾ സീസത്തിന്റെ 176 പേജാണ് നോക്കുന്നത്. ബുക്ക് കയ്യിലുള്ള നന്നായി എടുത്തോളൂ. അല്ലെങ്കിൽ ഞാൻ പറയുന്ന പുസ്തകങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും. 12 ഉണ്ടാവാൻ സാധ്യത. അതിൽ 53 പേജ് നോക്കാം. 176 പേജ് ഡോമിനേഷൻ ആൻഡ് ഡിമാൻഡ്. അതിനെ കുറിച്ചാണ് പറയുന്നത്. ഡോമിനേഷൻ ആൻഡ് ഡിമാൻഡ്. നമ്മള് മറ്റുള്ളവരുടെ അശോക് ചേട്ടൻ സൗണ്ട് പോയി. സൗണ്ട് പോയതല്ല, വൈഫൈ ഇടയ്ക്ക് ഡാൻസ് ചെയ്യുന്നതാണ്. അപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ, വൈഫൈ ഡാൻസ് ചെയ്യണം. ഞാൻ ഇതൊക്കെ അറിയില്ല. പെട്ടെന്ന് വൈഫൈ പോയി ഞാൻ ഹെൽപ്ലെസ് ആയിരിക്കും. കാരണം ഞങ്ങളിവിടെ മറ്റ് നെറ്റ്വർക്ക്, ഡാറ്റ നെറ്റ്വർക്ക് വളരെ കുറവാണ്, കിട്ടുന്നില്ല. അപ്പൊ വൈഫൈ ഉണ്ടാവുകൊണ്ട് മാത്രമാണ് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, അപ്പോ ഡോമിനേഷൻ ആൻഡ് ഡിമാൻഡ്, ഇതാണ് ഈ പേജ് പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ഇത് 2 ഭാഗമായിട്ടാണ്. 2 ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഭാഗം നമ്മുടെ 12 and 12 പേജ് നമ്പർ 53. പിന്നുള്ള ഭാഗം ഒരു വരി മാത്രമേ ഉള്ളൂ, ഒരു വാചകം മാത്രം. അത് ഗ്രേപ്പ് വൈനില് 1958 ഉള്ള ലേഖനമുണ്ട്. ആ ലേഖനത്തിന് എടുത്ത ഭാഗമാണ്. നമുക്കിത് എന്താണെന്ന് നോക്കാം. ഡോമിനേഷൻ ആൻഡ് ഡിമാൻഡ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇവിടെ വരുന്നത്, ഇത് ശരിക്കും 4-ാം പടിയുടെ ഭാഗമാണത്. ഈ പറയുന്ന 4-ാം പടി ലേഖനം വായിച്ച ആൾക്കാർക്കൊക്കെ ഇത് ഓർമ്മയുണ്ടാവും. ഞാൻ വായിക്കാൻ പോണ ഇതിൽ കൊടുത്തിട്ടുള്ള ആ ഭാഗം. നമ്മള് എങ്ങനെയാണ് മറ്റുള്ളവരെ ഭരിക്കാൻ പോകുന്നത് എന്നുള്ള ആ ഒരു കാര്യമാണ്. അപ്പൊ 4-ാം പടി ലേഖനമാണ്, പേജ് നമ്പർ 53. അതില് മലയാളം ഉണ്ടാവുകൊണ്ട് ഞാനത് വായിക്കാം. ഇതില് ഈ പേജിൽ കൊടുത്തതിന് മുമ്പ് ഒരു വരി കൂടി ഉണ്ട് പാരഗ്രാഫിന്റെ തുടക്കത്തില്. അത് മുതൽ ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കുടുംബമായിട്ടും സുഹൃത്തുക്കളുമായിട്ടും സമൂഹമായിട്ടും ഒക്കെ നമ്മുടെ വികലമായ ബന്ധങ്ങളിൽ നിന്നാണ് ഞങ്ങളിൽ ഭൂരിഭാഗം പേർക്കും ധാരാളം കഷ്ടപ്പെടേണ്ടി വന്നത്. ഇതാണ് ആദ്യ തുടക്കമുള്ള ഒരു ഭാഗം. ഞങ്ങൾ അവയെക്കുറിച്ച് പ്രത്യേകിച്ചും ചിന്താശൂന്യരും കടുംപിടുത്തക്കാരുമായിരുന്നു. ഇത്രയും ആ പാരഗ്രാഫിന്റെ ആദ്യത്തെ 2 വാചകങ്ങളാണ്. അത് കഴിഞ്ഞ് ഇനി ഇതിൽ കൊടുത്തിട്ടുള്ള ഭാഗങ്ങൾ വായിക്കാം. മറ്റൊരു മനുഷ്യനുമായി യഥാർത്ഥ സൗഹൃദം രൂപീകരിക്കാൻ ഞങ്ങൾക്കുള്ള പൂർണ്ണമായ കഴിവില്ലായ്മയാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. 4-ാം പടി ചെയ്യുമ്പോൾ ഉള്ള കാര്യം ഞാൻ ആയിരിക്കും ആദ്യം വായിക്കട്ടെ, വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എനിക്ക് തരാം. ഞങ്ങളുടെ അഹംഭാവം വിനാശകരമായ 2 വാരിക്കുഴികൾ കുഴിക്കുന്നു. ഒന്നുകിൽ നമുക്കറിയാവുന്ന ആൾക്കാരെ അടക്കി വാഴാൻ നാം നിർബന്ധം പിടിക്കുന്നു, അല്ലെങ്കിൽ നാം വളരെയധികം അവരെ ആശ്രയിക്കും. നമ്മൾ ആൾക്കാരെ വളരെ കൂടുതലായി ആശ്രയിക്കുകയാണെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ പിന്നീട് അവർ നമ്മെ നിരാശരാക്കും. കാരണം അവരും മനുഷ്യരാണ്. മാത്രമല്ല, നമ്മുടെ അന്തമില്ലാത്ത ആവശ്യങ്ങൾ നിറവേറ്റാൻ അവർക്ക് കഴിയില്ല. ഈ രീതിയിൽ നമ്മുടെ അരക്ഷിതാവസ്ഥ വളരുകയും വഷളാവുകയും ചെയ്യുന്നു. നമ്മൾ പതിവ് പോലെ നമ്മുടെ സ്വേച്ഛാപരമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ പ്രതിഷേധിക്കുകയും ശക്തമായി നമ്മെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഞങ്ങളുടെ വികാരങ്ങൾ മുറിവേൽക്കുകയും ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാണെന്ന് തോന്നുകയും പ്രതികാര വാഞ്ച ഉടലെടുക്കുകയും ചെയ്യുന്നു. ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ 4-ാം പടി എന്ന് പറഞ്ഞ നമ്മുടെ എല്ലാവർക്കും അറിയുന്ന 4-ാം പടി എന്താണ്? അതിസൂക്ഷ്മതയോടും ഭയം കൂടാതെയും നമ്മുടെ ധാർമ്മിക നിലവാരത്തിലുള്ള വിലയിരുത്തലാണ്. ധാർമ്മിക നിലവാരത്തെയാണ് വിലയിരുത്തുന്നത്. എങ്ങനെ? അതിസൂക്ഷ്മതയോടും ഭയം കൂടി. സെർച്ചിങ് ആൻഡ് ഫിയർലെസ് മോറൽ ഇൻവെന്ററി ഓഫ് ourselves. ദാറ്റ് വി ആർ ടേക്കിംഗ്. നമ്മൾ അതാണ് എടുക്കുന്നത്. അപ്പൊ അവിടെ
അവിടെ സംഭവിക്കുന്ന പല കാര്യങ്ങളും എന്താണെന്നുണ്ടെങ്കിൽ, ഒരു കാര്യം ഇപ്പോഴും ഒരു സ്പോൺസറുടെ കൂടെ ചെയ്യുമ്പോഴേ അതും എനിക്ക് മനസ്സിലായിട്ടുള്ളൂ, അല്ലാത്തവർക്ക് പറ്റുമെന്നുള്ള സംശയമാണ്. 4ഉം 5ഉം പടികൾ തീർച്ചയായിട്ടും ഒരു സ്പോൺസർ വേണമെന്നാണ് പറഞ്ഞത്. അതേപോലെ 8ാം പടിയുടെ സമയത്തും ഒക്കെ വേണ്ടി വരും, അല്ലാത്ത സമയത്തും വേണ്ടി വരും. 6ഉം 7 പടികളിലും എല്ലാം വേണ്ടി വരും. പക്ഷെ ഇതെന്തായാലും അതില്ലാതെ ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവനവനെ തന്നെ ഒരു ആത്മവഞ്ചന ചെയ്യണ പോലെ ആയിരിക്കും. ഓൾ ടൈമേഴ്സ് പറയുന്ന കാര്യമാണ്, എനിക്ക് നല്ല ബോധ്യമുണ്ട് ആ കാര്യത്തിൽ. അപ്പൊ മറ്റൊരു മനുഷ്യനുമായി യഥാർത്ഥ സൗഹൃദം രൂപീകരിക്കാൻ ഞങ്ങൾക്കുള്ള പൂർണ്ണമായ കഴിവില്ലായ്മയാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. 4ാം പടി ചെയ്യുന്ന സമയത്ത് അറിഞ്ഞ ഒരു കാര്യമാണ്. കാരണം നമ്മൾ 4ാം പടിയിൽ വിദ്വേഷത്തിന്റെ ലിസ്റ്റ് എടുക്കുന്നു, അത് കഴിഞ്ഞ് ഭയത്തിന്റെ ലിസ്റ്റ് എടുക്കുന്നു, പിന്നെ ലൈംഗികമായ അപമര്യാദകളുടെയും അങ്ങനത്തെ കാര്യങ്ങളുടെ ഒരു കോട്ടുപോയവരും അതിൻ്റെയൊക്കെ ലിസ്റ്റ് എടുക്കുകയാണ് നമ്മൾ. ആ ലിസ്റ്റ് എടുത്ത് സ്പോൺസറുമായിട്ട് അതിൽ നിന്ന് നമ്മൾ വൈകല്യങ്ങൾ നമ്മളെ കണ്ടെത്തുമ്പോൾ ഒരു വൈകല്യം മനസ്സിലാവുന്നത് മറ്റുള്ളവരുമായിട്ട് നമുക്കുള്ള റിലേഷൻസ് എങ്ങനെ കീപ്പ് ചെയ്യാൻ പറ്റും. അതിന് വളരെയധികം മോശക്കാരാണ് ആൽക്കഹോളിക്സ് എന്നാണ് പറയുന്നത്. അത് മനസ്സിലാവും, സ്വയം മനസ്സിലാവുകയും ഇല്ലെങ്കിൽ സ്പോൺസർ അത് മനസ്സിലാക്കി തരും. സൗഹൃദം രൂപീകരിക്കാൻ ഞങ്ങൾക്കുള്ള പൂർണ്ണമായ കഴിവില്ലായ്മയായിട്ടാണ് അതിനെ കാണുന്നത്. അതൊരു എന്താ പറയുക, നമ്മളെ പോരായ്മ. നമ്മള് 6ാം പടിയിൽ കാണുന്നില്ല. 6ാം പടിയിൽ നമ്മളുടെ ക്യാരക്ടർ ഡിഫക്ട്സിനൊക്കെ നമ്മൾ എന്താ പറയുക, സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെയൊക്കെ അംഗീകരിച്ചത്, സറണ്ടർ അല്ല, അതിനെയൊക്കെ നമ്മൾ അംഗീകരിച്ചതിന് ശേഷം 7ാം പടിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ഈ കഴിവില്ലായ്മയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഷോർട്ട് കമ്മിങ് എന്നുള്ള വേർഡാണ് ഇതിന് കൂടുതൽ അനുയോജ്യം. ഞങ്ങളുടെ അഹംഭാവം വിനാശകരമായ 2 കുഴികൾ കുഴിക്കും. അപ്പൊ അഹംഭാവം കൊണ്ട് ഉണ്ടാവുന്ന 2 കാര്യങ്ങൾ അത് എന്താണെന്ന് നോക്കാം. ഒന്നുകിൽ നമുക്കറിയാവുന്ന ആൾക്കാരെ അടക്കി വാഴാൻ നാം നിർബന്ധം പിടിക്കും. നമ്മൾ മറ്റുള്ളവരെയൊക്കെ ഡോമിനേറ്റ് ചെയ്ത് അവരുടെയൊക്കെ മുകളിൽ ആധിപത്യം പുലർത്താനായിട്ട് ശ്രമിക്കും. അല്ലെങ്കിലോ നാം വളരെയധികം അവരെ ആശ്രയിക്കും, അല്ലെങ്കിൽ അവർ തന്നെ മതി. ഇതൊരു പ്രത്യേക മാനസികാവസ്ഥയാണ്. എനിക്ക് തോന്നുന്നത് എല്ലാവരും ഇതിൽ കൂടെ കടന്നു പോന്നിട്ടുണ്ടാവണം. അത് ഭാര്യയായിരിക്കാം, വേറെ ഏതെങ്കിലും ഫ്രണ്ട്സ് ആയിരിക്കാം, ചിലപ്പോൾ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് ആയിരിക്കാം, ചിലപ്പോൾ സോഷ്യൽ സെക്യൂരിറ്റിക്ക് ആയിരിക്കാം, ചിലപ്പോൾ അവനവന്റെ ഉള്ളില് ടോട്ടൽ ഒരു സുരക്ഷിതത്വ ബോധം മൊത്തം നഷ്ടപ്പെട്ട സമയത്തായിരിക്കാം. ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ചിലപ്പോ ഈഗോ കയറുമ്പോൾ മറ്റുള്ളവരെ അടക്കി വാഴാനുള്ള ഒരു ഇത് തുടങ്ങും. നിരാശ ബാധിക്കുമ്പോൾ മറ്റുള്ളവരെ ആശ്രയിക്കും. എന്നിട്ട് ആശ്രയിച്ചിട്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും അവരെ കൊണ്ട് സാധിക്കില്ല. കാരണം അവർ മനുഷ്യരാണ്, അവർക്ക് പരിധിയുണ്ട് നമ്മളെ ചെയ്യാനായിട്ട്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പറയാം, ഇപ്പൊ ഫാമിലിയിൽ 2 ഏർണിംഗ് മെമ്പേഴ്സ് ഉണ്ട്. നമ്മളുടെ പൈസ മുഴുവൻ നമ്മൾ കള്ളുപിടിച്ച് കളയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ഏർണിംഗ് മെമ്പറെ ആശ്രയിക്കുന്നത് ഒരു പരിധി വരെ പറ്റുള്ളൂ, അല്ലേ? കാരണം ഫാമിലി എക്സ്പെൻസസും കൂടി വേണം, അതിന്റെ കൂടെ മദ്യപിക്കാനുള്ള പൈസയും കൂടി അവരിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിലത്തെ അവസ്ഥ ആലോചിച്ചിരിക്കുന്നത്. കുറെ അവരെ ആശ്രയിക്കുമ്പോൾ അവര് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവരെ ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കും. ആദ്യം ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കും, അത് കഴിഞ്ഞ് ആശ്രയിക്കാൻ ശ്രമിക്കും. കാരണം അങ്ങനെയാണ്, എപ്പോഴും ആദ്യം അധികാരം ഉപയോഗിക്കാനേ നോക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ അല്ലെങ്കിൽ പിന്നീട് അവർ നമ്മെ നിരാശരാക്കും. കാരണം അവർ മനുഷ്യരാണ്, വളരെ സിമ്പിളായിട്ട് പറഞ്ഞത്. മാത്രമല്ല നമ്മുടെ അന്തമില്ലാത്ത ആവശ്യങ്ങൾ നിറവേറ്റാൻ അവർക്ക് കഴിയില്ല, ഒരിക്കലും കഴിയില്ല. ഇത് വളരെ കൃത്യമായിട്ടൊരു കാര്യമാണ്. ഞാനിപ്പോൾ എൻ്റെ ജോലി സ്ഥലത്തെ ജീവിതത്തിൽ ആലോചിക്കുമ്പോൾ ഞാൻ കുടിച്ചു എന്നുള്ള പല കാര്യങ്ങളും എന്നെ കവർ ചെയ്ത ആൾക്കാരുണ്ട്, ധാരാളം കവർ ചെയ്ത ആൾക്കാരുണ്ട്. ഞാൻ പിന്നെയും കുടിച്ചാൽ ചെന്നിരുന്നു ഡ്യൂട്ടിക്ക്. അവരെത്ര കാലം അവർ കവർ ചെയ്യും? അതിൽ പല ആൾക്കാരെന്നെ തള്ളി പറയാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വന്നിട്ടൊക്കെയാണ് ഞാൻ പിന്നീട് എൻ്റെ ഫസ്റ്റ് ടൈം ചികിത്സയ്ക്ക് ഞാൻ പോയത്. അപ്പോ ഈ രീതിയിൽ നമ്മുടെ അരക്ഷിതാവസ്ഥ വളരുകയും വഷളാവുകയും ചെയ്യും. അതോടുകൂടി നമ്മുടെ ഇൻസെക്യൂരിറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ വഷളായി എന്ന് മാത്രമല്ല അത് വളരുന്നു, അരക്ഷിതാവസ്ഥ. നമ്മൾ പതിവ് പോലെ നമ്മുടെ സ്വേച്ഛാപരമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവർ പ്രതിഷേധിക്കുകയും ശക്തമായി നമ്മെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു. അതാണ് അവസാനം സംഭവിക്കുന്നത്, അല്ലേ? ഇപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ട്
ഭാര്യയെ വിഷമിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ രീതിയിൽ പ്രതിഷേധിക്കും. ആദ്യമൊക്കെ ചിലപ്പോ എന്താ പറയാ, അവര് ഭരിക്കുന്ന രീതിയിലായിരിക്കും നമ്മൾ സംസാരിക്കുക. പിന്നീട് അവരെ ആശ്രയിക്കുന്ന രീതിയിലായിരിക്കും, കളവ് പറഞ്ഞിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവരെ വിശ്വസിപ്പിച്ചിട്ടോ ഒക്കെ ആയിരിക്കാം ചിലപ്പോ ഉണ്ടാവുക. പണത്തിന്റെ കുറവുണ്ടെങ്കിൽ കാര്യം. ഇനിയല്ല, സെക്യൂരിറ്റി ആയിരിക്കാം. ചിലപ്പോൾ കുടിച്ചിട്ട് വയ്യാതെ ആയ സമയത്ത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, കുടിയെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കയറി ചൂടാവും. എന്നിട്ട് ഒട്ടും വയ്യാതെ ആയാലോ അവരെ തന്നെ ആശ്രയിക്കും. അവർക്ക് എത്ര നേരം നമ്മൾ നോക്കിക്കാൻ പറ്റും? കുറച്ച് കഴിഞ്ഞാൽ, കാരണം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാറേ ആദ്യം പോയി കുടിച്ചു വരുന്നറിയാം. അപ്പൊ അത് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ അവരും പറയും എന്തുവേണേ ചെയ്തോ കിടന്നു. എന്റെ ലാസ്റ്റ് ഡ്രിങ്കിങ്ങിന്റെ ലാസ്റ്റ് ഡേ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അമ്മയും ഇവരൊക്കെ ഉണ്ടായിരുന്നില്ല. എന്റെ വൈഫിന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോയി. ഞാൻ കിടന്ന് കരയായിരുന്നു. തലോണയില് മുഖം അമർത്തി കിടന്ന് കരയായിരുന്നു. ഉച്ച സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഒരു ഫാമിലി ഫ്രണ്ട്, ഒരു നോൺ ആൽക്കഹോളിക് ആണ്. എന്നിട്ട് അയാളന്ന് വന്നതുകൊണ്ടിലാണ് എൻ്റെ റിക്കവറി സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ സെക്കൻഡ് ടൈമിനോ തേർഡ് ടൈമിനോ ഫിഫ്ത്ത് ടൈമിനോ പറയാം റിക്കവറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് അപ്പൊ എന്താ വെച്ചാൽ മറ്റുള്ളവർ നമ്മളെ നിരാകരിച്ചു പോയി. അത് അവരുടെ കുറ്റമൊന്നുമല്ല. അത് അനന്തമായിട്ട് എത്ര കാലം അവർ നോക്കി നിൽക്കും. ഇതൊക്കെ നമുക്കൊക്കെ ഉണ്ടാവുന്ന അനുഭവമാണ്. അപ്പോ ഇനി അടുത്ത് പറഞ്ഞ്, നിയന്ത്രിക്കാനുള്ള നമ്മുടെ ശ്രമങ്ങൾ നാം വർദ്ധിക്കുമ്പോഴും അവ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുകയും നമ്മുടെ കഷ്ടപ്പാട് കൂടുതൽ രൂക്ഷവും സ്ഥായിയായി മാറുകയും ചെയ്യും. ഇത് അതിന്റെ അഡീഷണലായിട്ട് ഞാൻ ഇതിലുള്ള ഒരു വാചകം വായിച്ചു എന്നുള്ളൂ. ഇത് എടുത്ത വാചകമല്ല. അതെന്താ വെച്ചാൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഞാൻ ചെയ്തിരുന്നത്, നിയന്ത്രിക്കാനാണ്. അവിടെയാണ് ഈ ഡോമിനേഷൻ ഓർ ഡിപ്പെൻഡൻസ് എന്നല്ലേ പറയുന്നത്. ഡോമിനേഷൻ ആൻഡ് ഡിമാൻഡ്. നമ്മളുടെ ആവശ്യങ്ങൾ അനന്തമായ ആവശ്യങ്ങളാകുമ്പോൾ അവർ നമ്മളെ ഒന്നുകിൽ ഡോമിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അവരെ ആശ്രയിക്കാൻ ശ്രമിക്കും. ഇതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് പറഞ്ഞ ഗ്രേപ്പ് വൈൻ നിർത്തുന്ന. ഗ്രേപ്പ് വൈൻ എന്ന് പറഞ്ഞാൽ ജാനുവരി 1958 ഗ്രേപ്പ് വൈൻ മാഗസീനിൽ വന്നിട്ടുള്ള ലേഖനത്തിൽ നടത്തിയെടുത്താണ്. അപ്പൊ ഗ്രേപ്പ് വൈൻ്റെ ബില്ലിന്റെ ലേഖനങ്ങൾ മാത്രം സംഗ്രഹിച്ചിട്ടുള്ള ക്രോഡീകരിച്ചിട്ടുള്ള ബുക്കാണ് ദ ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട് എന്നുള്ള ബുക്ക്. അതാരെങ്കിലും കയ്യിലുണ്ടെന്ന് എനിക്ക് എടുക്കാം. 238 പേജ് നമ്പർ, ലാംഗ്വേജ് ഓഫ് ദ ഹാർട്ട്. അതിലൊരു ഏറ്റവും ടോപ്പിലുള്ള ഫസ്റ്റ് പാരഗ്രാഫില് ഒരു സെന്റൻസ് മാത്രമേ ഉള്ളൂ. My dependency meant demand. A demand for the possession and control of the people and the conditions surrounding me. ഇതുകൊണ്ടാണ് ഞാൻ അപ്പുറത്തെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് ഞാൻ വായിച്ച ലാസ്റ്റ് വാചകം വായിച്ച കാരണം. എന്താ കാരണം എന്നുണ്ടെങ്കിൽ, മൈ ഡിപ്പെൻഡൻസി മെന്റ് ഡിമാൻഡ്. ഞാൻ ആശ്രയിച്ചത് എന്തിനാണ്? എൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ്. എ ഡിമാൻഡ് ഫോർ ദ പൊസഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ദ പീപ്പിൾ ആൻഡ് ദ കണ്ടീഷൻസ് സറൗണ്ടിങ് മീ. ആ എന്ത് ഡിമാൻഡാണത്? ആ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്, മറ്റുള്ളവരെ നിയന്ത്രിക്കുക. ആ നിയന്ത്രിക്കാനുള്ള ഒരു അഭിവാഞ്ച. ആരെ? നമ്മളുടെ ചുറ്റുള്ള ആൾക്കാരെ കണ്ടീഷൻസ്. എൻ്റെ കണ്ടീഷൻസ് എന്തായിരിക്കണം? എനിക്ക് എപ്പോഴും ഞാൻ കുടിച്ചു വന്ന ആരൊന്നും കുറ്റം പറയരുത്, അല്ലെങ്കിൽ ആരും ചീത്ത പറയരുത്. കുടിച്ച് അവശതയായി കഴിഞ്ഞാൽ എഴുന്നേപ്പിച്ചിട്ട് എനിക്ക് ഭക്ഷണം തരാൻ ആളുണ്ടാവണം. കുടിക്കാൻ കാശില്ലേ, കാശുണ്ടാക്കി തരണം. എനിക്ക് എഴുന്നേറ്റ് പോകാൻ വയ്യെങ്കിൽ തന്നെ ആരെങ്കിലും അവിടെ വാങ്ങിക്കൊണ്ടെന്ന് തരണം. ഇതുപോലുള്ള കാര്യങ്ങൾ അതായിരുന്നു ഒരു കാലത്ത് ജീവിതം. എൻ്റെ അതിൽ മാത്രം തങ്ങി നിൽക്കുന്ന ഒരു മനസ്സായിരുന്നു. പിന്നീട് മനസ്സിലായ, അതിനു മുമ്പ് അറിയായിരുന്നു ലോകം വലിയ ലോകമാണ്. പക്ഷെ ചുരുങ്ങിപ്പോയിരുന്നു എൻ്റെ ജീവിതം അതിലേക്ക് മാത്രം. എൻ്റെ എന്താ പറയാ, മനസ്സിലുള്ള അല്ലെങ്കിൽ എൻ്റെ ലോകം ചുരുങ്ങിപ്പോയിരുന്നു. വെറും മദ്യത്തിലോട്ടും മദ്യം കിട്ടുന്ന സ്ഥലങ്ങളും മദ്യം വിളമ്പുന്ന ആൾക്കാരും ആ ഒരു ചെറിയ ഒരു ഇതിലേക്ക് മാത്രമായിട്ട് ഞാൻ ചുരുങ്ങിപ്പോയിരുന്നു. അപ്പൊ മൈ ഡിപ്പെൻഡൻസി മെന്റ് ഡിമാൻഡ്. ഇനി ഇതിലേക്ക് ഞാൻ ഇത് പറയുമ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ, ഈ ഡിപ്പെൻഡൻസിയെ കുറിച്ച് ഇതിന്റെ തൊട്ട് മുമ്പത്തെ പാരഗ്രാഫ് കൂടി വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആവും. എവിടേക്കാണ് നമ്മുടെ ഈ ആശ്രയത്വം, അത് എന്ത് ആശ്രയത്വമാണ്? ബിൽഡബ്ല്യു പറഞ്ഞിരിക്കുന്നു,
plainly I could not avail myself of God's love until I was able to offer it back to him by loving others as he would have me. ഇത് നെക്സ്റ്റ് ഫ്രണ്ടിയർ ഇമോഷൻസ് ഓപ്പറേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഖനമാണ്. അതിഗംഭീര ലേഖനമാണ്. ജാനുവരി 1958 എഴുതിയ ലേഖനം. ഇവിടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞ അതില് ആ ലേഖനത്തിന്റെ ഏതാണ്ട് മിഡിൽ പോർഷനിലുള്ള പാരഗ്രാഫുകളാണ്. Plainly I could not avail myself of God's love until I was able to offer it back to him by loving others as he would have me. അതായത് ഈ എന്തായിരുന്നു ഈ ദൈവത്തിന്റെ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ കഴിയില്ലായിരുന്നു. അത് എപ്പോഴാണ് എനിക്ക് സാധ്യമായത്? അല്ലെങ്കിൽ സാധിക്കാതെ വന്ന് ഏത് വരെയാണ്? ദൈവം എന്നെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പ്രാപ്തനാവുന്ന വരെ എനിക്ക് ദൈവത്തിൻ്റെതായ സ്നേഹം ലഭ്യമായിരുന്നില്ല. ഓക്കെ, ആൻഡ് ഐ കുഡിന്റ് possibly do that so long as I was victimized by false dependencies. അപ്പൊ മറ്റുള്ളവരെ എനിക്ക് അൺകണ്ടീഷണൽ ലവ്, ദൈവം അങ്ങനെയല്ല ചെയ്യാം. ദൈവത്തിന് ആരോടും കണ്ടീഷൻസ് ഒന്നുമില്ലല്ലോ. അപ്പൊ ആ അൺകണ്ടീഷണൽ ലവ് എനിക്ക് മറ്റുള്ളവരോട് പ്രകടിപ്പിക്കാൻ പറ്റിയിരുന്നില്ല. അത് എന്തുകൊണ്ടാണ് പറ്റാതിരുന്നത്? അതിലേക്കാണ് വരുന്നത്. ഞാൻ ആ ഒരു വാചകം അത് വളരെ സ്ട്രെസ് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. നമ്മളെല്ലാം റിക്കവറിയിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ഓൺ ഡിമാൻഡ് ആയിരിക്കരുത് സ്നേഹം പോകുന്നത്. സ്നേഹം എന്നുള്ള കാര്യം അൺകണ്ടീഷണൽ ലവ് ആയിരിക്കും, നോ റിസർവേഷൻസ്. അവിടെ ആ ഒരു നമുക്ക് യാതൊരു ഡിമാൻഡുകളോ ഒരു ഇതും ഉണ്ടായിരിക്കരുത്. അപ്പോ I couldn't possibly do that so long as I was victimized by false dependencies. ഞാനൊരു ഇരയാക്കപ്പെടുകയായിരുന്നു ദ ഫാൾസ് ഡിപ്പെൻഡൻസി, തെറ്റായ ആശ്രയത്വങ്ങൾ. അപ്പൊ ഈ തെറ്റായ ആശ്രയത്വത്തിനെ കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടി ഞാനത് വായിച്ചു. നമ്മളുടെ തെറ്റായ ആശ്രയത്വങ്ങളായിരുന്നു അതൊക്കെ. വ്യക്തികളിലെ ഉള്ള നമ്മളുടെ ആശ്രയത്വങ്ങളെല്ലാം തെറ്റായ ആശ്രയത്വം. അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് ഫോർ മൈ ഡിപ്പെൻഡൻസി മെന്റ് ഡിമാൻഡ്. അപ്പൊ എന്റെ ആശ്രയത്വം എന്താണ്? തെറ്റായ ആശ്രയത്വം. എന്റെ ആശ്രയത്വം എന്ന് പറഞ്ഞാൽ ആ ഡിമാൻഡാണ്, എന്റെ ആവശ്യമാണ്. ഞാൻ ആവശ്യപ്പെടുന്നത് അത് അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം. എന്താണ് എന്റെ ആവശ്യങ്ങൾ? എന്റെ ആവശ്യങ്ങൾ മറ്റുള്ളവരും സാഹചര്യങ്ങളും നിയന്ത്രിക്കുക. അത് തന്നെ അതായിരുന്നു എന്റെ ആവശ്യം. എന്റെ ചുറ്റുമുള്ള ആൾക്കാരെയും അതുപോലെ സാഹചര്യങ്ങളൊക്കെ നിയന്ത്രിക്കുകയായിരുന്നു എന്റെ ആവശ്യം. അത് സാധിച്ചില്ല. ചുമ പറഞ്ഞു, കുറച്ച് വെള്ളം കുടിക്കുന്നു. ഓക്കെ, അപ്പോ ഈ ഡിപ്പെൻഡൻസി ഒന്നുകിൽ ഡോമിനേഷൻ അല്ലെങ്കിൽ ഡിമാൻഡ്, ഇതാണ് നമ്മുടെ കാര്യം. ഇനി നമുക്ക് നോക്കാം ഇതിനെക്കുറിച്ച് ഇത് എന്താണ് സൂചിപ്പിക്കുന്നത്. ഈ പേജ് ഉള്ള ഈ കുറിപ്പുകൾ സൂചിപ്പിക്കുന്നത് ഒന്ന് അറഗൻസിനെ, നമ്മളുടെ ഒരു പ്രത്യേക അഹങ്കാരത്തോടു കൂടിയുള്ള ഒരു സമീപനം, എല്ലാത്തിനോടും ധാർഷ്ട്യം എന്നൊക്കെ പറയുന്നത്. പിന്നെ ഡിപ്പെൻഡൻസ് ഓൺ പീപ്പിൾ, ഓൺ ഡിപ്പെൻഡൻസ് ആശ്രയത്വം, മറ്റ് ആൾക്കാരിലുള്ള ആശ്രയത്വം, മറ്റു മനുഷ്യരോടുള്ള ആശ്രയത്വം. പിന്നെ ഫാമിലി റിലേഷൻഷിപ്സ്, നമ്മുടെ ഫാമിലിയായുള്ള ബന്ധങ്ങളും ഇതെല്ലാത്തിനെ കുറിച്ച്. ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇച്ഛാഭംഗവും അതുപോലെ അതിനോട് കൂടിയുള്ള ഒരു ഇറിറ്റബിലിറ്റി, ഇതൊക്കെ വരും അതിന്. നമ്മൾ പറയാറില്ല, നമ്മളുടെ മെയിൻ ഒന്നാം പടിയിലേക്ക് എത്താനായിട്ട് ഒന്നാം പടിയിലത്തെ രണ്ടാം ഭാഗം, അതായത് നിയന്ത്രിതാവസ്ഥയുടെ എടുക്കുന്ന സമയത്ത് ട്രീ ഓഫ് അൺമാനേജബിലിറ്റി എന്നുള്ളൊരു ഒരു ഉണ്ട് രസകരമായിട്ട്. ആരെ വരച്ചു വെച്ചത് എനിക്കറിയില്ല, അതിഗംഭീര ട്രീ ആണ്. അപ്പൊ അതിന് പറഞ്ഞ DIR എന്താണ്? ഡിസ്കണ്ടന്റ്, ഇറിറ്റബിൾ ആൻഡ് റെസ്റ്റ്ലെസ്.
ആ ഇതില്ലാത്ത അവസ്ഥ, സംതൃപ്തി ഇല്ലാതെ, തൃപ്തിയില്ലായ്മ, അതേപോലെ ഇറിറ്റബിൾ ആണ്, റെസ്റ്റ്ലെസ്നെസ്, ഇതെല്ലാം കൂടി ഇതാണ് ഫ്രസ്ട്രേഷൻ. റിസെന്റ്മെന്റ് പിന്നുള്ളത് വിദ്വേഷം, സെൽഫ് പിറ്റി. ഇത്രയും കാര്യങ്ങളാണ് ഈ പേജ് ചെയ്യുന്നത്. സെൽഫ് പിറ്റി ഇവിടെ പറയാനുള്ള കാരണം എന്താണ്? നമ്മൾ നിരാശാബാധിതരാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആശ്രയിക്കുന്നു. നേരെ മറിച്ച് ഫസ്റ്റ് പറഞ്ഞ അറഗൻസ് ഉള്ളപ്പോൾ എന്ത് പറഞ്ഞു? നമ്മൾ മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഇവിടെ നിരാശാബാധിതരാകുമ്പോൾ കൂടി മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫോൾസ് ഡിപ്പെൻഡൻസി. എന്തിനാണ്? അതാണ് ഈ ഇത് പറഞ്ഞത്. ഈവൻ നിരാശ സമയത്താണെങ്കിൽ കൂടി സെൽഫ് പിറ്റിയില്, സ്വയം ശ്രദ്ധാപത്തിൽ, അയ്യോ എനിക്ക് മാത്രം ഇതെല്ലാം വന്നല്ലോ എന്ന് വിചാരിക്കുന്ന സമയത്ത് കൂടി സംഭവിക്കുന്ന എന്താണ്? ആക്ച്വലി സംഭവിക്കുന്ന അതിൽ കൂടെ മറ്റുള്ളവരുടെ സിമ്പതി എങ്ങനെയെങ്കിലും കയറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അവരെ നമ്മളുടെ രീതിയിലേക്ക് നിയന്ത്രിക്കാലോ എന്നുള്ള. അതുകൊണ്ടാണ് കണ്ണിങ്, ബാഫ്ലിംഗ് ആൻഡ് പവർഫുൾ എന്നൊക്കെ പറഞ്ഞത് നമ്മളുടെ ആൽക്കഹോളിനെ കുറിച്ചും ഒരു ആൽക്കഹോളിക്കിനെ കുറിച്ചും. ഓക്കെ, കൂട്ടിച്ചേർക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നന്നായി. വെൽക്കം. അശോക് ചേട്ടാ, ഓ യെസ്, അതിലുണ്ട്. ഇപ്പൊ ഇന്നത്തെ നമ്മുടെ എക്സ്പ്ലനേഷൻ വിവരിക്കുന്ന കഴിഞ്ഞല്ലേ? അല്ല, ഈ ഒരു പേജ് കഴിഞ്ഞു. ഈ പേജ് കഴിഞ്ഞു. ഓക്കെ. ഈ പേജിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലേ സംസാരിക്കും. നന്നായി. അടുത്ത പേജ്. അടുത്ത പേജ് ഇപ്പോ 177 ഇതാണ്. മണി ബിഫോർ ആൻഡ് ആഫ്റ്റർ. നമ്മുടെ പണത്തിനെ കുറിച്ചാണ്. ബിഫോർ ആൻഡ് ആഫ്റ്റർ, മുമ്പും പിന്നീടും. ഓക്കെ, ഇത് എടുത്തിട്ടുള്ള രണ്ട് ഭാഗത്തായിരുന്നു. ഒന്ന് 12 and 12 പേജ് 120, പിന്നെ ആൽക്കഹോളിക്സ് അനോണിമസ് 127 ഇംഗ്ലീഷില്. നോക്കാം, എനിക്ക് തോന്നുന്നു ഒരു പേജ് അപ്പുറത്തായിരിക്കും മലയാളം. നോക്കാം. ഓക്കെ, ആദ്യം 12 and 12 പേജ് 120. ഓക്കെ, പേജ് 120 12-ാം പടിയിലെ ലേഖനത്തിലാണ്. അതിലെ ആദ്യത്തെ പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ മധ്യത്തിലുള്ള പാരഗ്രാഫ്, അതിന്റെ തന്നെ രണ്ടാമത്തെ വരി മുതൽ, അല്ല, മൂന്നാമത്തെ സെന്റൻസ് നോക്കാം. അപ്പൊ ആദ്യത്തെ രണ്ട് വരി കൂടി വായിക്കാം, രണ്ട് സെന്റൻസും കൂടി. പണത്തിന്റെയും ഭൗതിക വസ്തുക്കളുടെയും ഉടമസ്ഥതയെ പരിഗണിക്കുന്നിടങ്ങളിൽ ഞങ്ങളുടെ കാഴ്ചപ്പാട് വിപ്ലവകരമായ ഇതേ മാറ്റത്തിന് വിധേയമായി. ചുരുക്കം അപവാദങ്ങൾ വെച്ചാൽ ഞങ്ങളെല്ലാവരും വാരിക്കോഴി ചെലവാക്കുന്നവരായിരുന്നു. ഇതിന്റെ ഈ പാരഗ്രാഫിന്റെ ആദ്യത്തെ വരികളാണ്. ഇനി ഇതിലുള്ള ഭാഗം. സ്വയം പ്രീതിപ്പെടുത്തുന്നതിനും മറ്റുള്ളവരെ ആകർഷിക്കുന്നതിനും വേണ്ടി നമ്മൾ എല്ലാ ദിശയിലേക്കും പണം വാരിയെറിഞ്ഞു. ഓക്കെ, മദ്യപിച്ചിരുന്ന സമയത്ത് ഞങ്ങളുടെ സാമ്പത്തിക ലഭ്യത അപരിമിതമായിരിക്കുമെന്ന മട്ടിൽ ഞങ്ങൾ പെരുമാറി. അനിയന്ത്രിതമായ മദ്യപാനങ്ങൾക്കിടയിൽ ചിലപ്പോഴെല്ലാം ഞങ്ങൾ മറ്റേ ധ്രുവത്തിലെത്തുകയും മിക്കവാറും പിശുക്കരായി പെരുമാറുകയും ചെയ്തു. ഇത് തിരിച്ചറിയാതെ അടുത്ത അനിയന്ത്രിത മദ്യപാനത്തിനു വേണ്ടിയുള്ള പണം ഞങ്ങൾ സ്വരൂപിക്കുന്നു. കൂടി മൂർധന്യാവസ്ഥയിൽ എത്തിയപ്പോൾ അടുത്ത മദ്യക്കുപ്പിയും അതിൽ നിന്നും കിട്ടുന്ന താൽക്കാലിക എല്ലാം മറക്കലിന്റെ സുഖവും പ്രദാനം ചെയ്യുന്ന അടിയന്തര ആവശ്യം മാത്രമായി പണം. പിന്നെ ഇതിന്റെ കൺക്ലൂഡിംഗ് സെന്റൻസ് അത് ഇതിലില്ല, എന്നാലും അത് വായിക്കാം. സന്തോഷത്തിന്റെയും ആത്മപ്രാധാന്യത്തിന്റെയും അടയാളമായിരുന്നു. ഇത് എത്ര കറക്റ്റ് ആണെന്ന് ആലോചിച്ചു. അതായത് ഈ 12-ാം പടി ലേഖനത്തിൽ പറയുന്ന എന്താണ്? നമ്മളിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച്, ആന്തരികമായ പരിവർത്തനം എന്താണ് സംഭവിച്ചത്. അപ്പൊ ഇവിടെ ആദ്യമായിട്ട് പറഞ്ഞ
നമുക്ക് പല കാര്യങ്ങൾക്കും വേണ്ടി സ്വയം സമർപ്പിക്കാനും കുടുംബജീവിതത്തിന്റെ കാര്യത്തിനും ഒക്കെ നമ്മൾ വിട്ടുവീഴ്ചയൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ ചെയ്തു വരുന്ന സമയത്ത് അതുപോലെ തന്നെ നമുക്ക് പണത്തിന്റെ കാര്യത്തിനും ഭൗതിക വസ്തുക്കളുടെ ഉടമസ്ഥതയെ പരിഗണിക്കുന്നതിലൊക്കെ നമ്മളുടെ കാഴ്ചപ്പാടിൽ വിപ്ലവകരമായ മാറ്റം വന്നു. ശരിയല്ലേ? നമ്മളതിൽ ആൾട്ടറുടെ ആറ്റിറ്റ്യൂഡ് തന്നെ പറഞ്ഞു എന്നുള്ളതിന് വേറൊരു പേരാണ് ആൾട്ടറുടെ ആറ്റിറ്റ്യൂഡ്, മാറി വന്ന മനോഭാവം. ഇനി പൊതുവെ നമ്മൾ പഴയ കാര്യം ചുരുക്കം ചില അപവാദങ്ങൾ വെച്ചാൽ നമ്മളൊക്കെ ധൂർത്തന്മാരായിരുന്നു, വാരിക്കോരി ചിലവഴി. എപ്പോഴും അല്ല പറഞ്ഞു, അത് പിന്നെ ഇതിന് വരുന്നുണ്ട്. ഇനിയോ ഇപ്പൊ ഞാൻ എൻ്റെ കാര്യത്തിൽ ഞാൻ 100% ശരിയായിട്ടാണ് ഈ പറഞ്ഞൊക്കെ ഈ വായിക്കാൻ പോകുന്നതല്ല, ഇപ്പൊ വായിച്ചത് അതിന്റെ രണ്ടാമത് റീറീഡ് ചെയ്യാൻ പോകുന്നത്. സ്വയം പ്രീതിപ്പെടുത്തുന്നതിനും മറ്റുള്ളവരെ ആകർഷിക്കുന്നതിനും വേണ്ടി നമ്മളെല്ലാ ദിശയിലേക്കും പണം വാരി അല്ലെ. സ്വയം പ്രീതിപ്പെടുത്തല് മദ്യപാനത്തിൽ കൂടെ മാത്രമായിക്കൊള്ളുന്നില്ല. എന്താണോ മനസ്സിൽ വന്നത് അതിനു വേണ്ടി ചെലവാണ്, ആ നിമിഷം അതിന് വേണ്ടി ചെലവാണ്. കടം വാങ്ങിയിട്ട് എങ്ങനെയാണ് കയ്യിലുണ്ടെങ്കിലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. അതേപോലെ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ എന്തൊക്കെ വ്യക്തിത്വങ്ങളെ കാണിച്ചു കൂട്ടിയെന്ന് ഇപ്പൊ ആലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്ര ഒരു പൊട്ടൻ ശുംഭനായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു. അത്രയധികം ഞാൻ എൻ്റെ അതായത് അന്നത്തെ ആ കാലത്ത് എൻ്റെ സാമ്പത്തികമായിട്ടുള്ള കൈകാര്യം ചെയ്യല് ചില സമയത്ത് ചിന്തിക്കുമ്പോൾ ഭയങ്കരമായിട്ട് എനിക്ക് എന്നോട് തന്നെ അവമതിപ്പുണ്ടാക്കുന്ന കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഒരു ആളൊന്നും ആയിരുന്നില്ല ചെറുപ്പത്തിലൊന്നും. ഈ മദ്യപാനത്തിൽ കൂടെ വന്ന് ഇത് എവിടേക്കോ എത്തി. പിന്നെ എന്താണെന്നുള്ളത് അറിയാത്ത ആ ഒരു പൊള്ളയായ പൊങ്ങച്ചം എന്നൊക്കെ പലയിടത്തും പറഞ്ഞിട്ടില്ലേ, അതും ഒക്കെ പല കാരണങ്ങളെ കൊണ്ട് എവിടെയൊക്കെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ എന്തൊക്കെ ചെലവാക്കിയിട്ടുണ്ടെന്ന് ദൈവത്തിനറിയാം. ഇപ്പൊ ഓർമ്മയില്ലാത്ത എത്രയുണ്ട്, ഓർമ്മ ഉള്ളതുണ്ട്. ഇനി മദ്യപിച്ചിരുന്ന സമയത്ത് ഞങ്ങളുടെ സാമ്പത്തിക ലഭ്യത അപരിമിതമായിരിക്കുന്ന മട്ടിൽ ഞങ്ങൾ പെരുമാറി. അതെ, ഇതിപ്പോ സാരില്ല, അപരിമിതം. ഇനി എന്നും ഈ ഇപ്പോഴുള്ള സാമ്പത്തിക ലഭ്യത ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുള്ളൂ. അത് ഏത് അനന്തകാലം വരെ നീണ്ടു നിൽക്കും എന്നുള്ള രീതിയിലാണ് പെരുമാറിയത്. അത് ഒരു സേവ് ചെയ്യാനോ വേറെ ഒന്നിനോ ഉള്ള ഒരു ശ്രമങ്ങളും ഉണ്ടായില്ല. ഇപ്പൊ ഞാൻ എൻ്റെ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ സേവിങ്സ് എന്നുള്ളതിനെ കുറിച്ച് സ്ഥിരമായി എനിക്ക് ബോധമുള്ളൊരു മനുഷ്യനെ ഞാൻ ആയിരുന്നു, ഇപ്പോഴും അതെ. പക്ഷെ എനിക്ക് സാധിച്ചിരുന്നില്ല ആ സമയത്ത്. എവിടെ ഒരു പരിധി വിട്ട് സേവ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. നിർബന്ധമായി പിടിച്ചിരുന്ന PF അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ വേറെ ഒരു സേവിങ്സ് നടത്താനോ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഒരു 10-30 വയസ്സൊക്കെ സമയത്ത് വളരെ ആഗ്രഹിച്ച് വളരെ നിയന്ത്രിച്ച് ഇനി ചെയ്യുന്നു പറഞ്ഞിട്ട് ഞാൻ നല്ലൊരു RD തുടങ്ങി. അന്നത്തെ കാലത്ത് നല്ലൊരു സംഖ്യക്കുള്ള റെക്കറന്റ് ഡെപ്പോസിറ്റ് തുടങ്ങി. ആ റെക്കറന്റ് ഡെപ്പോസിറ്റ് തുടങ്ങിയിട്ട് 3 മാസമൊക്കെ കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അതിനൊക്കെ പിന്നെ ഇതാക്കി ബ്രേക്ക് ചെയ്ത് അതിന്റെ പലിശ വിട്ടേക്കും, ആ എമൗണ്ടും കൂടി എടുത്ത് അത് കൂടി ചെലവ്. ഇതായിരുന്നു എൻ്റെ അവസ്ഥ. ഓക്കെ. അനിയന്ത്രിതമായ മദ്യപാനങ്ങൾക്കിടയിൽ ചിലപ്പോഴെല്ലാം ഞങ്ങൾ മറ്റേ ധ്രുവത്തിലെത്തുകയും മിക്കവാറും പിശുക്കലായി പെരുമാറുന്നു. അതെ, ചിലപ്പോ പാരി എറിഞ്ഞ് ചെലവാക്കും, ചിലപ്പോ വളരെ പിശുക്ക് കാണിക്കും. ഇത് എത്ര തവണ ഉണ്ടായി എൻ്റെ ജീവിതത്തിൽ, കണ്ടമാനം പ്രാവശ്യം ഉണ്ടായി. റിയൽ ആവശ്യങ്ങളുള്ള കാര്യം വരുമ്പോ പിശുക്കിലേക്ക് പോകും. എന്നാൽ അത് ചിലപ്പോ അവനവന് വേണ്ട ഡ്രസ്സ് വാങ്ങണേ പലപ്പോഴും. അപ്പോ കയ്യിൽ ചിലപ്പോ പൈസ ഉണ്ടെങ്കിലും അത് വേണ്ട, അത് പിന്നെ ആവും. എന്നിട്ട് എന്താ പറയാ, വൃത്തിയില്ലാത്ത രീതിയിലുള്ള ഓരോ വേഷം ധരിച്ച് നടക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യം. ഇത് തിരിച്ചറിയാതെ അടുത്ത അനിയന്ത്രിത മദ്യപാനത്തിന് വേണ്ടിയുള്ള പണം ഞങ്ങൾ സ്വരൂപിക്കുന്നു. അപ്പൊ അടുത്ത അനിയന്ത്രിതമായ മദ്യപാനത്തിലുള്ള പണം സ്വരൂപിക്കുകയായിരുന്നു എന്നുള്ള കാര്യം അത് തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നുള്ളത് ശരിയാണത്. വേറെന്തോ ആവശ്യം പണം, അതായത് ഞാൻ പലപ്പോഴും എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച കണ്ടമാനം പണം ചെലവായി, അപ്പൊ ഇനി ഈ ആഴ്ച എന്തായാലും പിശുക്കി നിയന്ത്രിക്കണം എന്ന് വിചാരിച്ചാൽ ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുകയാണ്. എന്റെ മനസ്സിൽ അതാണ് തോന്നല്. പക്ഷെ ഇത് ഉപബോധ മനസ്സിന് ശരിക്കും എന്താ വെച്ചാൽ അടുത്ത കുടിക്ക് വേണ്ടിയിട്ടുള്ള കാശ് സേവ് ചെയ്യണമെന്നാണ് ഈ പറയണത്. നോക്കൂ, നമ്മുടെ ഈ 12 പല
ലേഖനങ്ങളും ഈ 12-ാം പടിയുടെ ലേഖനമൊക്കെ അതിഗംഭീരമായ ലേഖനമാണ്. 12 പൊതുവെ വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു നല്ല ഒരു സൈക്കോളജിസ്റ്റിനെ പോലെയാണ് ബിൽഡബ്ല്യൂയുടെ അപഗ്രഥിച്ചിട്ടുള്ളത്. ഓരോ സ്റ്റെപ്പുകളെ കുറിച്ച് അപഗ്രഥിച്ചിട്ട് എഴുതിയിട്ടുള്ളത്. പ്ലസ് അത് നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെ, ഒരു ആൽക്കഹോളിക്കിന്റെ ജീവിതത്തിൽ ഒന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് റിലേറ്റ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ളത്. എങ്ങനെയാണ് അതിനെ ബന്ധപ്പെടുത്തിയിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അതിഗംഭീരാണ്. ഒരു നല്ല സൈക്കോളജിസ്റ്റിനെ പോലെ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇനി കൂടി മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ അടുത്ത മദ്യക്കുപ്പിയും അതിൽ നിന്നും കിട്ടുന്ന താൽക്കാലിക എല്ലാം മറക്കലിന്റെ സുഖവും പ്രദാനം ചെയ്യുന്ന അടിയന്തര ആവശ്യം മാത്രമായി പണം. അപ്പൊ പണം ഇത്രേ ഉള്ളൂ. അന്ന് പിശുക്കി ഉണ്ടാക്കിയ പൈസ മുഴുവൻ അടുത്ത കുടിക്ക് പോയി. ഇതൊക്കെ എന്റെ ജീവിതത്തിലുണ്ടല്ലോ 100% ശരിയാണെന്നുള്ളത്. എനിക്ക് പലപ്പോഴും കുറ്റബോധം തോന്നിയിരുന്നത്, പക്ഷെ ആ കുറ്റബോധമൊക്കെ പിന്നീട് സ്പോൺസറുടെ അടുത്തൊക്കെ നമ്മൾ 4-5 പടികളൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ മാറിപ്പോയി. അത് വേറെ വിഷയം. ഇപ്പൊ ഒരു ചിരിയാണ് പറയുന്നത്. പക്ഷെ ഇപ്പോഴും ചില സമയത്ത് തോന്നും എന്നൊരു വാക്ക് പറയാൻ തോന്നും. അതാ കുറ്റബോധത്തിന്റെ ബാക്കി എവിടെയോ കിടക്കുന്നുണ്ട്. അതാണ് ഞാൻ ആരുടെ അടുത്തും ഷെയർ ചെയ്തിട്ട് മാത്രമൊന്നും കാര്യമില്ല, ദൈവത്തിനോടും വിളിച്ചു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കുറെ എവിടേക്കോ അടിത്തട്ടിൽ കിടക്കുന്നുണ്ട്. അത് പോണം, അത് സ്വാഭാവികമാണ് എന്ന് ഞാൻ അംഗീകരിച്ചു. അത് അങ്ങനെ അന്ന് സംഭവിച്ചാണ് എനിക്ക് മാറ്റാൻ പറ്റാത്തതാണ്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇനി അങ്ങനെ പെരുമാറരുത് എന്ന് തീരുമാനിച്ചിട്ട് ഇപ്പൊ അങ്ങനെ ഒന്നും പെരുമാറുന്നുമില്ല. അതും ഓക്കെ. പക്ഷെ എപ്പോഴെങ്കിലും ഇത് ചെറുതായിട്ട് അകത്തുനിന്ന് പുറത്തോട്ട് വരാതിരിക്കില്ല ചിന്തകളുടെ കൂടെ, അല്ലെങ്കിൽ ചില ഓർമ്മപ്പെടുത്തലുകളായിട്ട്. അപ്പോ എന്നിട്ട് അടുത്ത കൺക്ലൂഡിങ് ഈ പാരഗ്രാഫിന്റെ സെന്റൻസ് എന്താണ്? സന്തോഷത്തിന്റെയും ആത്മപ്രാധാന്യത്തിന്റെയും അടയാളമായിരുന്നു പണം. അതായത് പണം ഉണ്ടെങ്കിൽ സന്തോഷമുണ്ടെന്ന് തെറ്റിദ്ധരിച്ചൊരു മനുഷ്യൻ സന്തോഷത്തിന്റെ അടയാളമായിരുന്നു. അതുപോലെ ആത്മപ്രാധാന്യം, യെസ് എനിക്ക് കേമനാവണം, 4 മുമ്പിൽ കേമനാവണമെന്നുണ്ട്, പണമുള്ള ആളാവണം. ഞാൻ ഇതുപോലത്തെ പല അഭിനയങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ തെറ്റിദ്ധാരണ, ഇത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണയിൽ ഉള്ളിലിട്ട് ഞാൻ കണ്ടമാനം ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് ചില വലിയ പണക്കാരൊക്കെ കാണിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് ഞാൻ കയറി പോവുക. എനിക്ക് അവിടെ നിന്നും ആ സമ്പത്തിന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ അടുത്തൊന്നും ഒന്നും നിൽക്കാനുള്ള ഇതും കൂടിയില്ല. എന്നിട്ട് എന്താ പറയാ, പിന്നീട് വിഷമിക്കുക. കാരണം ചില ഇൻസൾട്ട് കിട്ടുമ്പോൾ അത് വിഷമിക്കുക. ആ വിഷമം മാറാനായിട്ട് വീണ്ടും കുടിക്കുക. എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. അതൊക്കെ ആലോചിക്കുമ്പോ ഇപ്പൊ നല്ല രസമാണ്, അത്ര പറയാൻ. അപ്പൊ ഇതാണ് നമ്മുടെ മണി ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നുള്ളതിന്റെ ആദ്യ ഭാഗം. ഇനി അടുത്തുള്ള ഭാഗം പേജ് 127 ബിഗ് ബുക്കാണ് പറഞ്ഞത്. അത് 127 ആവില്ല, ഞാൻ നോക്കട്ടെ. ഇത് ഫാമിലി ആഫ്റ്റർവേർഡ്സ് എന്നുള്ള ആ ചാപ്റ്ററിലാണ്. പിന്നീടുള്ള കുടുംബം. Although financial recovery is on the way for many of us, we find we cannot place money first. For us, material well-being always follows spiritual progress. It never precedes. അതെ, 130 പേജിലാണ്. നോക്കാം. സാമ്പത്തിക മോചനം നമ്മിൽ പലരുടെയും മാർഗത്തിലുണ്ടെങ്കിലും പണം ഒന്നാമത്തെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുവാൻ കഴിയില്ല എന്ന് ഞങ്ങൾ കണ്ടു. പണത്തെ ഒന്നാമത്തെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുവാൻ കഴിയില്ല എന്ന് ഞങ്ങൾ കണ്ടു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൗതിക പുരോഗതി ആത്മീയ പുരോഗതിയെ എപ്പോഴും പിന്തുടരുന്നു. ഒരിക്കലും അത് മുമ്പിൽ നടക്കുന്നില്ല. ഇതിൽ ഇവിടെ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, വളരെ ക്ലിയർ കട്ട് ഇതാണ്. ഭൗതിക പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിന് മുമ്പായിട്ട് ആത്മീയ പുരോഗതി ആദ്യം നേടിയെടുക്കാനുള്ള ശ്രമം, അതായത് ഈ 12 പടികൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ജീവിച്ചതിന് ശേഷം ഭൗതിക പുരോഗതിയിലേക്ക് പോകാനാണ്. അല്ലെങ്കിൽ അതിനോടൊപ്പം ഭൗതിക പുരോഗതി വേണ്ട എന്നല്ല പറഞ്ഞിട്ട്. ഒരിക്കലും ഭൗതിക പുരോഗതി ലഭിച്ചതിന് ശേഷമല്ല ആത്മീയ പുരോഗതി ലഭിക്കുക. ആത്മീയ പുരോഗതി നമുക്ക് കിട്ടുന്നതിനോട് കൂടിയായിട്ട് ഭൗതികമായുള്ള പുരോഗതി കൂടി നമുക്ക് കിട്ടും.
വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഒറ്റ കാര്യം ചോദിച്ചാൽ മതി, അവനവനോട് തന്നെ ചോദിച്ചാൽ മതി. ഈ കുടിച്ചിരുന്ന കാലത്ത് ഒരു ഭാഗ്യക്കുറി അടിച്ചിട്ടുണ്ടെങ്കിൽ, ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ എന്താ കാര്യം? കുടിച്ചിരുന്ന കാലം വിടും, നമ്മൾ റിക്കവറിയിലേക്ക് വന്നിട്ടുണ്ട് ആദ്യ കാലത്താണ്. പിന്നെ ആരെങ്കിലും ഏമിറ്റിങ്ങിന് ഒരു 1 കോടി രൂപയുടെ, ഇല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഇപ്പൊ വലിയ വലിയ സൂപ്പർ ബമ്പറൊക്കെയാണ് കേരളത്തിൽ, 10-12 കോടിയൊക്കെ. അപ്പൊ അതിന്റെയൊക്കെ ഒരു ബമ്പറൊക്കെ ടിക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും വരുമോ? വരാ ഏമിറ്റിക്കലല്ല, ഇതിന്റെ ബാക്കിയുള്ള ആത്മീയതയും ഒക്കെ ചവച്ചോട്ടയിൽ അറിയും. എന്നിട്ട് എന്തുണ്ടാവും അവസാനം പിന്നെ എന്താ ഉണ്ടാവുക എന്നുള്ളത് ഞാൻ പറയുന്ന കാര്യമില്ല. അത് ദയനീയമായ മരണമുണ്ട്. അതും അതിന് 1 പൈസ പോലും ബാക്കി ഉണ്ടാവില്ല ആ കിട്ടിയത്. നേരെ മറിച്ച് ആത്മീയ പുരോഗതി നേടിയ ഒരാള് ഒന്നാമത് അല്ലെങ്കിൽ ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ തന്നെ ആഗ്രഹം ഉണ്ടാവില്ല. ചില സമയത്തൊക്കെ അബദ്ധത്തിൽ പോയി പെടുന്ന പോലുള്ള ലോട്ടറി. ഇപ്പൊ ഞാൻ 2 മാസം 2.5 മാസം കൂടുമ്പോൾ എനിക്ക് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തേ പറ്റും. അതെന്താ കാരണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് എടുത്തിട്ടുണ്ട്, അവൻ വിൽക്കുന്നുണ്ട്. അവൻ നിർബന്ധിച്ചിട്ട് എന്നെ എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങള് ഹോം ഗ്രൂപ്പ് മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ അവരെ കാണും. അവൻ എല്ലാ വെള്ളിയാഴ്ചയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 2-2.5 മാസത്തിൽ ഒരിക്കലും നിന്നെ സഹായിക്കാൻ ഞാൻ എടുക്കരുത്, അല്ലാണ്ട് എടുക്കില്ല. അങ്ങനെ എടുക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇതേപോലെ ചില സമയത്ത് ചില വല്ലാണ്ട് ആവശ്യതയായിട്ടുള്ള ആൾക്കാരും അങ്ങനെ വല്ലവരൊക്കെ വരുമ്പോ അങ്ങനെയൊക്കെ പലപ്പോഴും എടുക്കുന്നതാണ്. അപ്പൊ എനിക്ക് വലിയ ആത്മീയ പുരോഗതി വന്നിട്ടൊന്നുമില്ല, പക്ഷെ മാർഗത്തിൽ കൂടെ നടക്കുമ്പോൾ എനിക്ക് ഇതിനെ കുറിച്ച് ഇത്രേ ഉള്ളൂ. ഇപ്പൊ കുറെ പണം കിട്ടിയിട്ടൊന്നും വലിയ കാര്യമുണ്ടെന്ന് ഞാൻ ഇപ്പൊ വിശ്വസിക്കുന്നില്ല. അപ്പോ ഭൗതിക പുരോഗതിക്കും ആത്മീയ പുരോഗതിയും നടക്കുമ്പോൾ നമ്മുടെ ആത്മീയ പുരോഗതി നേടിക്കഴിഞ്ഞാൽ പിന്നീട് ഭൗതിക പുരോഗതി വരുമ്പോൾ അതിനെ ക്ലിയർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതാണ് ഒരു അഡ്വാൻറ്റേജ്. അതായത് ഇപ്പൊ എനിക്ക് ഞാനത് വേറൊരാളെ ഷെയറിംഗ് അല്ല പറഞ്ഞത്, കണക്ട് ചെയ്ത് പറയില്ല. എനിക്കൊരു മെമ്പറെ അറിയാം. ആ മെമ്പർ ഒരു ഒരു 7 വർഷമൊക്കെ കഴിഞ്ഞ സമയത്ത്, 7 വർഷമൊക്കെ ആയ സമയത്ത്, 6.5 വർഷം ആയ സമയത്ത് ഒരു 80 ലക്ഷം രൂപ അയാൾക്ക് ലോട്ടറി അടിച്ചു. അയാള് എത്ര നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തു, വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൈകാര്യം ചെയ്തു. അയാൾക്ക് ആവശ്യമുള്ള മകളുടെ കല്യാണത്തിന്റെ സമയമായിരുന്നു ഏകദേശം. അത് മകളുടെ കല്യാണത്തിന്റെ കാര്യത്തിന് എന്താ പറയാ, ഉള്ള കാര്യങ്ങളൊക്കെ അയാൾക്ക് ചെലവാക്കാൻ പറ്റി വേണ്ട പോലെ. കുറച്ച് അയാളുടെ അനിയൻ എന്താ പറയാ വീട് വെക്കേണ്ട ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അനിയനെ സഹായിക്കാൻ പറ്റി വീട് വെക്കുന്ന സമയത്ത്. ബാക്കിയുള്ള അയാൾക്ക് അവരുടെ തന്നെ സെക്യൂരിറ്റി ആയിട്ട് നല്ല രീതിയിൽ അതിനെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റി. അയാൾ ഇന്നും മീറ്റിങ്ങിന് വരുന്നുണ്ട്. അയാൾ സാധാരണ പോലെ തന്നെ വരുന്നത്. അയാളല്ലാണ്ട് 80 ലക്ഷം രൂപ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അയാൾ ആനപ്പുറത്ത് വരുന്നല്ല വരുന്നത്, റോൾസ് റോയ്സ് വാങ്ങിയിട്ട് എല്ലാവരും വരുന്നത്. അത് ആ ഒരു മനോഭാവം വരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മളുടെ ആത്മീയ പുരോഗതി കുറച്ചെങ്കിലും കിട്ടും. അങ്ങനത്തെ ഉറക്കെ അതുകൊണ്ട് ഇവിടെ നല്ലൊരു പാഠമാണ് ഇതിന്റെ ലാസ്റ്റ് പറഞ്ഞത്. ഒരിക്കലും ഭൗതിക പുരോഗതി ആത്മീയ പുരോഗതിയെ പ്രിസീഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മുമ്പേ വരുന്നില്ല. ആത്മീയ പുരോഗതിക്ക് ലഭിക്കുന്തോറും മാത്രമേ ഭൗതിക പുരോഗതി വരൂ. കേൾക്കുന്നുണ്ടോ? ഈ വൈഫൈയുടെ പ്രശ്നം ഉണ്ടല്ലേ? ഓക്കെ. അപ്പൊ അതാണ് ഇതിൽ പറയുന്നത്. ഒരിക്കലും അത് മുമ്പിൽ നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഭൗതിക പുരോഗതി ആത്മീയ പുരോഗതിയെ എപ്പോഴും പിന്തുടരുന്നു. കാരണം ആദ്യമായിട്ടല്ല വരുന്നത്. അപ്പോ ഇതാണ് ഈ പേജിന്റെ ഇതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ പേജ് എന്തൊക്കെയാണ് സൂചിപ്പിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ചാലക്കുടി ജെയിംസ് ഭായി അയച്ചായിരുന്നു, അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി. കാരണം ഇതൊരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ്. ഇതിന്റെ ആ ലിസ്റ്റിൽ നിന്ന് എടുത്തിട്ട് തിരിച്ച് പേജും പറയണം. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. ഈ പേജ് സൂചിപ്പിക്കുന്നത് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ്, അതായത് നമുക്ക് വരാവുന്ന സാമ്പത്തികമായിട്ടുള്ള നമ്മളുടെ പ്രശ്നങ്ങള്, സ്പിരിച്വൽ ലിവിങ്, ആത്മീയമായ ജീവിതത്തിനെ കുറിച്ച്, പിന്നെ സക്സസ്, എന്താണ് സക്സസ്, വിജയം എന്നെന്താണ്. ഇത് നല്ല ബോധ്യം ഉണ്ടാവും എന്താണ്.
ഞാൻ എൻ്റെ പേഴ്സണൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലുള്ള എന്തൊക്കെ സംരംഭം തുടങ്ങി കഴിഞ്ഞാലും അതൊക്കെ ഇതുവരെ ഒന്നും വിജയിച്ചില്ല. പല കാര്യങ്ങളും ഞാൻ നോക്കിയിട്ട്, പല കാര്യങ്ങളും എൻ്റെ റിക്കവറി വന്നതിന് ശേഷം അതിലൊന്നും ഭൗതികമായി വിജയം ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല ഒക്കെ പരാജയങ്ങളായിരുന്നു. അപ്പൊ എനിക്ക് ഞാൻ അതിൽ ഒട്ടും നിരാശനല്ല. ഒട്ടും എന്നെ ഒരു തരി പോലും ഇതുവരെ ആർക്കും ബാക്കിലേക്ക് അടിക്കാൻ പറ്റിയിട്ടില്ല. ഇത്ര പരാജയങ്ങൾ ഉണ്ടായിട്ട് കഴിഞ്ഞ 18 വർഷമായിട്ട് നടക്കുന്ന കാര്യമായി പറഞ്ഞു. അപ്പൊ 18 വർഷമല്ല, ശരിക്കും പറഞ്ഞാൽ ഈ റിക്കവറിയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ, ഇപ്പോഴത്തെ റിക്കവറിയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ പല സംരംഭങ്ങളും നോക്കിയിട്ടുണ്ട്, തുടങ്ങി നോക്കിയിട്ടുണ്ട്. അപ്പൊ അന്ന് മുതലൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏകദേശം ഒരു 21 വർഷമായിട്ട് 21 വർഷമായിട്ട് ഒരു സംരംഭങ്ങളും വിജയത്തിൽ എത്താത്തൊരു മനുഷ്യനാണ്. അപ്പൊ എനിക്ക് അവിടെ എന്തിനാണെന്നുണ്ടെങ്കിൽ റൂസ്വെൽറ്റിന്റെ പഴയ അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, അദ്ദേഹത്തിന്റെ വാചകമാണെന്ന് എൻ്റെ ഓർമ്മ. ആ ഒരു വാചകം എന്നെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അത് ഇതാണ്: പരാജയങ്ങളിൽ നിന്നും പരാജയങ്ങളിലേക്ക് മടുപ്പില്ലാതെ പോകുന്ന ആളാണ് യഥാർത്ഥ വിജയി. അപ്പൊ ഇത് ഞാൻ ആ വാചകം കേട്ടതൊക്കെ ഒരു 5 വർഷം മുമ്പേ കേട്ടിട്ടുള്ളൂ. പക്ഷെ അതിനു മുമ്പ് തന്നെ എന്തോ എയുടെ ഈ തേർഡ് സ്റ്റെപ്പിൽ നിൽക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സാധിക്കും. ഇതൊക്കെ 4-5 വർഷമായിട്ടുള്ളൂ ഞാൻ ഈ വാചകം ഞാൻ എൻ്റെ കണ്ണ് ശ്രദ്ധയിൽപ്പെട്ടിട്ട്. വളരെ പഴയ പ്രസിഡന്റാണ് റൂസ്വെൽറ്റ്. നമ്മൾ എനിക്ക് 4-5 വർഷം മുമ്പാണ് ഞാൻ അതിന്റെ കണ്ടിപ്പെട്ടത്. പക്ഷെ അതല്ല കാര്യം. ഞാൻ എയുടെ കാര്യം, എയുടെ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ നിൽക്കാൻ ശ്രമിക്കുകയാണ്. തേർഡ് സ്റ്റെപ്പിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എല്ലാ സ്റ്റെപ്പും പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. ഈ തേർഡ് സ്റ്റെപ്പിൽ നിൽക്കാനുള്ള അപര്യാപ്തത മനസ്സിലാവുമ്പോഴാണ് ബാക്കി സ്റ്റെപ്പുകൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നത് തന്നെ. അപ്പോ അങ്ങനെ നിൽക്കുമ്പോൾ ഇതൊന്നൊരു പ്രശ്നമായിട്ട് പോകുന്നില്ല. കാരണം വൺ ഡേ അറ്റ് എ ടൈമിലാണ് ജീവിക്കുന്നത്. ഇന്നത്തെ ഒരു ദിവസം എനിക്ക് വേണ്ടതില്ല, അതിന് വേണ്ട പ്ലാനിങ്ങും എല്ലാം ഞാൻ ചെയ്യണം. അവിടെ ഞാൻ എന്നെ മടി പിടിക്കരുത്, ഞാൻ പ്രവർത്തിക്കാതിരിക്കരുത്. ഞാൻ വേണ്ട പോലെ ബുദ്ധി ഉപയോഗിച്ചിട്ടും അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ചിട്ടും ഡിസ്കസ് ചെയ്തിട്ടും ഒക്കെ ആയിട്ട് പ്ലാൻ ചെയ്യണം. അത് എക്സിക്യൂട്ട് ചെയ്യണം. എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം റിസൾട്ട് കിട്ടുമോ ഇല്ല എൻ്റെ നിയന്ത്രണത്തിലല്ല. അവിടെ നമ്മളുടെ പ്രശാന്തതര പ്രാർത്ഥന വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മാറ്റുവാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഞാനതിനെ സ്വീകരിച്ചേ പറ്റൂ. എനിക്കൊന്നുകിൽ അതിനെ സ്വീകരിക്കാം, അല്ലെങ്കിൽ എനിക്ക് അതിന് എന്താ പറയാ ടെൻഷൻ അടിച്ച് നടക്കാം. അപ്പൊ ടെൻഷൻ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം സത്യം പറഞ്ഞാൽ ഈ 7 ഉണ്ടായിട്ടില്ല. 7 പറഞ്ഞാൽ ഇത് പ്രോഗ്രാമിൽ കൂടെ നടക്കുന്നു. ഒന്നിനും ടെൻഷൻ ഇല്ലാത്തൊരു, ഇതാണ് ഒരു അത്ഭുതം. ആൽക്കഹോളിക്സ് അനോണിമസ് അതിശയകരമാണെന്ന് പറയില്ലേ, അതിന് വലിയൊരു കാര്യമാണ്. അപ്പൊ ഈ പേജിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം, പ്ലീസ്. ഇല്ല, എന്നാ ഒരു പേജ് കൂടി പോവാം. ചേട്ടാ നമുക്ക് ഒരു പേജും കൂടെ പോവാം. പേജിന് നമ്പർ 178. ഡൗൺ ടു എർത്ത്, അതായത് നിലം പരിശാവും, റോക്ക് ബോട്ടം എന്നൊക്കെ പറയുന്ന തന്നെ ഡൗൺ ടു എർത്ത്. ആൽക്കഹോളിക്സ് അനോണിമസ് പേജ് 130. അത് ഇതിലാണ്. അപ്പൊ ഇതിൽ മൂന്ന് പേജ് അപ്പുറമായിരിക്കും ഈ സമയത്ത്. സെയിം ലേഖനാണ് പിന്നീടുള്ള കുടുംബം. നോക്കാം എന്താണ്. Those of us who have spent much time in the world of spiritual make-believe have eventually seen the childishness of it. Yes, 133 പേജാണ് മലയാളം ബിഗ് ബുക്കിൽ. അതിൽ ഏറ്റവും ഫസ്റ്റ് പാരഗ്രാഫ് അതാണ്. സ്പിരിച്വൽ മേക്ക് ബിലീവ് എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. make-believe. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ആത്മീയത ഭാവിച്ച് ധാരാളം വർഷങ്ങൾ അതിനുവേണ്ടി നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഞങ്ങളിൽ
പലർക്കും പിന്നീട് അതിന്റെ ബാലിശത്വം ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെയുള്ള ആയിരുന്നില്ല, അതുകൊണ്ട് എനിക്കത് പക്ഷെ അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനല്ല ആവശ്യം. ആയിക്കോട്ടെ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവശക്തിയെക്കുറിച്ചുള്ള വർദ്ധിച്ച ബോധ്യവും ലക്ഷ്യബോധവും ഈ മിഥ്യാലോകത്തിന്റെ സ്ഥാനത്ത് പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടു. ദൈവം ഞങ്ങളുടെ കാര്യത്തിൽ ആഗ്രഹിക്കുന്നത് കഷ്ടകാലത്തിന്റെ കാർമേഘ പടലങ്ങൾക്ക് മുകളിലും അദ്ദേഹത്തോടൊപ്പം തലയുയർത്തിപ്പിടിക്കാനാണ് എന്ന് വിശ്വസിക്കുവാൻ തുടങ്ങി. പക്ഷേ അപ്പോഴും ഞങ്ങളുടെ കാലുകൾ ശക്തമായി ഭൂമിയിൽ ഉറച്ചു നിൽക്കണം. അവിടെയാണ് ഞങ്ങളുടെ സഹയാത്രികർ ഉള്ളത്. അവിടെയാണ് പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ മുഴുകേണ്ടത്. ഇവയൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യങ്ങളാണ്. ഒരു ശക്തമായ ആത്മീയ അനുഭവവും ഒരു സുബോധാവസ്ഥയിലുള്ള സന്തുഷ്ടവും പ്രയോജനപ്രദവുമായ ജീവിതവും തമ്മിൽ അനുയോജ്യമല്ലാത്ത നിലയിൽ ഒന്നും തന്നെ ഇല്ല. ഈ വാചകം എന്താ നോക്കട്ടെ. We have found nothing incompatible between a powerful spiritual experience and a life of sane and happy usefulness. ഈ പാരഗ്രാഫ് മറ്റു പിന്നീടുള്ള കുടുംബം എന്നുള്ള ഇതിലാണ്. നോക്കൂ, ഇത് പറഞ്ഞത് നമ്മള് ആത്മീയത ഭാവിച്ച് നടക്കുന്ന ആൾക്കാർ, അതായത് വലിയ ഭക്തനാണെന്നൊക്കെ കരുതി നടക്കുന്നവരെ കുറിച്ചായിരിക്കും ചിന്തിക്കണം. ആത്മീയത ഭാവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയതയും റിലീജിയസ്നെസ്സും തമ്മിൽ തിരിച്ചറിയാതെയോ അല്ലെങ്കിൽ വളരെ റിലീജിയസ് ആയിട്ട് അതാണ് ആത്മീയത എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ആത്മീയ രീതിയിൽ ജീവിക്കുന്നതാണെന്നുള്ള ഭാവിച്ചിട്ടാണോ? എന്തായാലും അതിനുവേണ്ടി ധാരാളം വർഷങ്ങൾ അതിനുവേണ്ടി കഷ്ടപ്പെടുത്തിയുള്ള ഞങ്ങളിൽ പലർക്കും പിന്നീട് അതിന്റെ ബാലിശത്വം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അഭിനയാണെന്നുള്ള മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവശക്തിയെ കുറിച്ചുള്ള വർദ്ധിച്ച ബോധ്യവും ലക്ഷ്യബോധവും ഈ മിഥ്യാലോകത്തിന്റെ സ്ഥാനത്ത് പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടു. അതാണ് ഉണ്ടായത്. ഇന്നത്തെ റിഫ്ലക്ഷൻ ഇവിടെ വായിച്ചത് ആരെങ്കിലും ഓർമ്മ ഉണ്ടോ? വായിച്ചില്ല ഇന്ന് റിഫ്ലക്ഷൻ? അറിയില്ല. ഞാൻ വന്നപ്പോ പാരമ്പര്യങ്ങൾ വായിക്കും. 12ാമത്തെ പടി വായിക്കണമെന്ന് ഞാൻ റിഫ്ലക്ഷൻ ഇന്നത്തെയാണോ? ഇന്നത്തെ ഒരു റിഫ്ലക്ഷന്റെ മേൽഭാഗം വായിക്കും. ഒരു സാധാരണ വിശ്വാസം ഓരോ പുരുഷന്റെയും സ്ത്രീയുടെയും ശിശുവിന്റെയും ഉള്ളിൽ ദൈവമെന്ന അടിസ്ഥാനപരമായ ആശയമുണ്ട്. കൊടും ദുരിതം മൂലമോ പൊള്ളയായ പൊങ്ങച്ചം മൂലമോ മറ്റു വല്ലതിനെയും പൂജിക്കുന്നത് മൂലമോ അത് നിഷ്പ്രഭമായിട്ടുണ്ടാകാം. പക്ഷേ ഏതെങ്കിലും തരത്തിൽ അതുണ്ട്. കാരണം നമ്മളെക്കാൾ വലിയൊരു ശക്തിയിലുള്ള വിശ്വാസം മനുഷ്യ ജീവിതത്തിൽ ആ ശക്തിയുടെ അത്ഭുതകരമായ വിളയാട്ടവും മനുഷ്യ രാശിയോളം തന്നെ പഴക്കമുള്ള വസ്തുതയാണ്. അതന്നെ പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവശക്തിയെ കുറിച്ചുള്ള വർദ്ധിച്ച ബോധ്യവും ലക്ഷ്യബോധവും ഈ മിഥ്യാലോകത്തിന്റെ സ്ഥാനത്ത് പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടു. ഇതാണ് ഇപ്പൊ വായിച്ച കാര്യം. അതായത് ഓരോരുത്തരുടെയും ഉള്ളില് ദൈവം ഉണ്ട് എന്നുള്ള അത് പുരുഷനായാലും വേണ്ട, സ്ത്രീ ആയാലും വേണ്ട, കുട്ടിയായാലും വേണ്ട, എന്നാൽ ഓരോ ജീവിയുടെയും ഉള്ളില് ആ ദൈവിക ചൈതന്യം ശക്തിയുണ്ട് എന്നുള്ള കാര്യം അതാണ് ഇവിടെ. അപ്പൊ നമുക്ക് ആ പണ്ടുണ്ടായിരുന്ന ഈ അഭിനയിച്ചും കൊണ്ട് നടന്നിരുന്ന അതിന്റെ ബാലിശത്വം മനസ്സിലായി എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ജീവിതങ്ങൾ ദൈവശക്തിയെ കുറിച്ചുള്ള വർദ്ധിച്ച ബോധ്യം, ഇതാണ് വർദ്ധിച്ച ബോധ്യം. കുറേ കൂടി ഒരു വലിയ തിരിച്ചറിവിലേക്കും അല്ലെങ്കിൽ വലിയ ഒരു ബോധ്യത്തിലേക്ക് കിടക്കണം, മനസ്സിലാക്കലേക്ക്. എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? പണ്ട് മനസ്സിലാക്കിയിരുന്ന ദൈവമല്ല പിന്നീട്. ഇതിപ്പോ സത്യം പറഞ്ഞാൽ ആത്മീയമായ പദ്ധതിയിൽ കൂടെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ കാലാകാലങ്ങളിൽ ദൈവത്തിനെ കുറിച്ചുള്ള മനസ്സിലാക്കലിൽ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതിങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ആ വർദ്ധിച്ച ബോധ്യവും ലക്ഷ്യബോധവും
ഈ മിഥ്യാലോകത്തിന്റെ സ്ഥാനത്ത് പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടു. അല്ലെങ്കിൽ ഒരു വലിയ ഒരു പല കാര്യത്തിലും റിലീജിയസ് ആയിട്ട് അഭിനയിച്ചുകൊണ്ട് നടക്കലല്ല കാര്യം എന്നുള്ളത്. പുനഃപ്രതിഷ്ഠിക്കുക, ഇവിടെ സ്വന്തം മനസ്സിൽ പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടു. ദൈവം ഞങ്ങളുടെ കാര്യത്തിൽ ആഗ്രഹിക്കുന്നത് കഷ്ടകാലത്തിന്റെ കാർമേഘപടലങ്ങൾക്ക് മുകളിലും അദ്ദേഹത്തോടൊപ്പം ഉയർത്തിപ്പിടിക്കാനാണ് എന്ന് വിശ്വസിക്കാൻ തുടങ്ങി. എന്തൊക്കെ കഷ്ടകാലം, എന്തൊക്കെ ദുരിതം വന്നാലും അതിന്റെ മുകളിലൊക്കെ അതിനെ നമ്മൾ മറികടന്ന് ദൈവം അങ്ങനെയല്ലേ ചെയ്യുക. അപ്പൊ അതുപോലെ അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ നമ്മൾ തല ഉയർത്തി നിൽക്കണം. അല്ലാണ്ട് നിരാശരിക്ക് പോകരുതെന്നോ അത് കാരണം ബന്ധിപ്പിക്കരുതെന്നോ ഒക്കെയുള്ള കാര്യമാണ്. നമുക്ക് നല്ല ചില സ്ലോഗൻസ് ഉണ്ട്. അതിലൊന്നും പറഞ്ഞാൽ ദിസ് ടു ഷാൽ പാസ്. ഇത് കഷ്ടകാലത്തിന്റെ സമയത്ത് നല്ല കാലത്തിന്റെ സമയത്ത് ഉപയോഗിക്കാം. കഷ്ടകാലത്തിന്റെ സമയത്ത് നിരാശയിൽ നിന്നും മോചിതനാവാനായിട്ട് ഉപയോഗിക്കാം. ദിസ് ടു ഷാൽ പാസ്. ഇതും കൂടി കടന്നു പോകും. ഓക്കെ, ഇതും കടന്നു പോയി കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് നല്ലൊരു കാലമാണ്. നല്ല കാലം വരുമ്പോൾ അഹങ്കരിക്കുന്ന സമയത്ത് അപ്പോഴും ഓർമ്മിക്കാം, അഹങ്കാരം കുറയ്ക്കാം. ദിസ് ടു ഷാൽ പാസ്. ഇപ്പൊ ഉള്ള കാലം ആയിരിക്കില്ല കുറച്ച് കാലം കഴിഞ്ഞാൽ. ഇപ്പൊ ചിലപ്പോൾ നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്, പക്ഷെ കുറച്ച് പ്രായമൊക്കെ കഴിയുമ്പോൾ നാച്ചുറലി ആരോഗ്യമൊക്കെ കുറയും, പല രോഗങ്ങളും വരും. അപ്പൊ ഇപ്പൊ ആരോഗ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അഹങ്കരിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് കുറെ പണമൊക്കെ കിട്ടിയിട്ടുണ്ടാവും, സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കേണ്ട കാര്യമില്ല. ദിസ് ടു ഷാൽ പാസ് എന്നുള്ള. അപ്പൊ ഇത് രണ്ട് രീതിയിൽ ഉപയോഗിക്കാവുന്ന ചില സ്ലോഗൻസ് ഉണ്ട് കയ്യില്. അപ്പൊ ഇതാണ് പറഞ്ഞ കഷ്ടകാലത്തിന്റെ കാർമേഘപടലങ്ങൾക്ക് മുകളിലും അദ്ദേഹത്തോടൊപ്പം തല ഉയർത്തി പിടിക്കാനാണ് എന്ന് വിശ്വസിക്കാൻ തുടങ്ങി. പക്ഷേ അപ്പോഴും ഞങ്ങളുടെ കാലുകൾ ശക്തമായി ഭൂമിയിൽ ഉറച്ചു നിൽക്കണം. അവിടെയാണ് ഞങ്ങളുടെ സഹയാത്രികൾ ഉള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിനാണ്. അതായത് എനിക്ക് എന്റെ കഷ്ടകാലത്തിനൊക്കെ മറികടക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു അഹങ്കാരം വരാൻ പാടില്ല. എന്റെ കാല് ഭൂമിയിൽ തന്നെ, ഞാൻ കേമനാണ് എന്നുള്ള ചിന്ത വരാൻ പാടില്ല. വളരെ എത്ര പേര് നമ്മൾ കാണാറുണ്ട് അല്ലേ, അവർ വലിയ വലിയ പ്രതിസന്ധികളിൽ നിന്നൊക്കെ കടന്നു പോയിട്ട് അത് സ്വയം വീമ്പ് പറയുന്ന ആൾക്കാര്, മേനിയായിട്ട് പറഞ്ഞു നടക്കുന്ന ആൾക്കാര്, ബാക്കിയുള്ളവരൊക്കെ വെറും എന്താ അവരുടെ മുമ്പില് മോശക്കാരാണെന്നുള്ള രീതിയിൽ. നോ, അതിനെ ആക്സെപ്റ്റ് നമ്മള്. യെസ്, അന്ന് എനിക്ക് സാധിച്ചു, എനിക്കിപ്പോഴും സാധിക്കേണ്ടതെങ്കിൽ എല്ലാം ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. അത്രേ ഉള്ളൂ. ആ ഒരു അനുഗ്രഹം ഉണ്ടാവുകൊണ്ട് ഒരേ ഒരു കാരണം കൊണ്ട് മാത്രം എനിക്ക് വരും. അപ്പൊ ഞാൻ ഭൂമിയിൽ എൻ്റെ കാലുകൾ ഉറച്ചു നിൽക്കണം, ശക്തമായി ഉറച്ചു നിൽക്കണം എന്നാണ്. എന്തുകൊണ്ടാണ്? അവിടെയാണ് ഞങ്ങളുടെ സഹയാത്രികൾ ഉള്ളത്. നമ്മളെ ഫെലോഷിപ്പിലുള്ള ബാക്കിയുള്ള ആൾക്കാർ അവിടെ അല്ലേ. വേണ്ട, ദുരിതം അനുഭവിക്കുന്ന എല്ലാവരും, നമ്മുടെ റിലേറ്റീവ്സ് ആയാലും പൊതു സമൂഹമായാലും എല്ലാവരും ഉണ്ട്. അപ്പൊ അവിടെ തന്നെ നിൽക്കണം. അവിടെയാണ് പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ മുഴുകേണ്ടത്. അവിടെ പ്രവർത്തനമാണ് ആവശ്യം. എവിടെ? ഈ നമ്മളുടെ ഓൺ ഈ ഭൂമിയിൽ തന്നെ. അല്ലാണ്ട് അഹങ്കരിച്ച് മുകളിൽ കയറില്ല. ഇവയൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യങ്ങളാണ്. അപ്പൊ ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. നമ്മൾ അഹങ്കരിച്ചിട്ട് മുകളിൽ കയറി കഴിഞ്ഞാൽ നാളെ നമ്മൾ തന്നെ പോയി കുടിക്കും. ഒരു ശക്തമായ ആത്മീയ അനുഭവവും ഒരു സുബോധാവസ്ഥയിലുള്ള സന്തുഷ്ടവും പ്രയോജനപ്രദവുമായ ജീവിതമെന്ന് തമ്മിൽ അനുയോജ്യമല്ലാത്ത നിലയിൽ ഒന്നും തന്നെ ഇല്ല. അതായത് നമുക്ക് ഉള്ള നല്ല ആത്മീയ അനുഭവം അല്ലെങ്കിൽ ആത്മീയമായ ഉണർവ്, നമ്മൾ ഈ പടികളിൽ കൂടെ ഒക്കെ പ്രവർത്തിക്കുമ്പോൾ ഒന്നുകിൽ ശക്തമായ ആത്മീയ അനുഭവമാവും, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ ഉണർവ് ശക്തമായിരിക്കണം. അപ്പൊ നമ്മളെ തിരിച്ച് അതിൽ നിന്ന് താഴത്ത് പോകാത്ത വിധത്തിലുള്ള ആ ഒരു ഉണർവും സുബോധാവസ്ഥയിലുള്ള സന്തുഷ്ടവും പ്രയോജനപ്രദവുമായ ജീവിതം. അതായത് സംതൃപ്തി നമുക്കുണ്ടായിരിക്കണം, അതേ സമയത്ത് നമ്മൾ യൂസ്ഫുൾ ആയിരിക്കും മറ്റുള്ളവർക്ക്. യൂസ്ഫുൾനെസ്. ഈ ജീവിതവും തമ്മിൽ അനുയോജ്യമല്ലാത്ത നിലയിൽ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഇതൊക്കെ ആണ് നമുക്ക് കൃത്യമായിട്ട് തരുന്ന 3 കാര്യങ്ങൾ. എന്താണ്? We have found nothing incompatible between a powerful spiritual experience and a life of sane and happy usefulness. ഈ യൂസ്ഫുൾനെസ് എന്നുള്ള ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളുടെ പുസ്തകത്തിൽ പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക്
അതിന് വിശദമായിട്ട് അതിനെ പേജ് നമ്പർ 25 ഒരു യൂസ്ഫുൾനെസ്സിനെ സൂചിപ്പിക്കുന്ന ഒരു വരി. ആ വരി അത് ഇംഗ്ലീഷിലായാലും ശരിക്കും അത് കൃത്യമാവുള്ളൂ. മലയാളത്തിലുള്ളത് ഞാൻ വായിക്കാം, ഇംഗ്ലീഷിലുള്ള വായിക്കാം. ഇംഗ്ലീഷിലുള്ള നോക്കട്ടെ, മലയാളത്തിൽ എടുക്കാം. ഞങ്ങളുടെ മുമ്പിൽ അവർ നിരത്തിയ ആത്മീയ ഉപകരണങ്ങൾ സ്വീകരിക്കുകയല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് ചെയ്യാനുണ്ടായിരുന്നില്ല. ഇവ ഞങ്ങൾക്ക് സ്വർഗീയ അനുഭൂതി നൽകി. ഞങ്ങൾക്കൊരിക്കലും സ്വപ്നം കാണാൻ പോലും കഴിയാതിരുന്ന ഒരു പുതിയ ജീവിതത്തിലേക്ക് ഞങ്ങളെ ദ്രുതഗതിയിലെത്തിച്ചു. ഈ ഒരു സ്റ്റേറ്റ് ഓഫ് പുതിയ ജീവിതം ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത, ഇതിനെ ഇംഗ്ലീഷിൽ അതിലത്തെ ലൈന് എൻ്റെ ഓർമ്മയിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. വി വേർ റോക്കറ്റഡ് ഇൻ ടു എ ഒരു മിനിറ്റ് we were rocketed into a fourth dimension of existence എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് യൂസ്ഫുൾനെസ്. ഇപ്പൊ ഇവിടെ പറഞ്ഞ ഇതേ കാര്യം, ഫോർത്ത് ഡൈമെൻഷൻ. നമ്മള് ഭൗതികമായിട്ട് ശാരീരികമായിട്ടുള്ള രീതിയിലും ഭൗതിക സുരക്ഷിതത്വം ഒക്കെ നമുക്ക് കിട്ടി, സാമ്പത്തിക സുരക്ഷിതത്വം കിട്ടി, 2 ഡയമെൻഷനായി, കുറെയൊക്കെ സാമൂഹ്യ സുരക്ഷിതത്വം കിട്ടി. ആത്മീയതയിലേക്ക് വരുമ്പോൾ കുറച്ചൊക്കെ ആത്മീയതയിൽ കൂടെ ഒക്കെ നടന്ന് നമ്മളുടെ മനസ്സമാധാനത്തിൽ കൂടെ ഒക്കെ നമ്മൾ ജീവിക്കുന്നു. അതെല്ലാം 3 ഡയമെൻഷനായി. 4മത്തെ ഡയമെൻഷൻ, അതാണ് നമ്മൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായി ആ ഒരു ഡയമെൻഷനിലേക്കാണ് ഇത് ചൂണ്ടുന്നത്. ആ ഒരു ഇത് കൂടി ഉണ്ടെങ്കിലേ കാര്യം. ഇത് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ കൃത്യമായ രീതിയിലാണ് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. എന്താ പറയുക, ബിഗ് ബുക്കിലത്തെ പല ഭാഗങ്ങളും വായിക്കുമ്പോൾ, ഇപ്പൊ ഈ ഭാഗം വായിച്ചത് വളരെ കാലത്തിന് ശേഷം ഞാൻ ഈ പേജ് എടുത്ത് വായിക്കുന്നത്. പിന്നീടുള്ള കുടുംബമൊക്കെ ഞാൻ പലതവണ വായിച്ചിട്ടൊക്കെ ഉണ്ട് പണ്ട്. ഇപ്പൊ അടുത്ത കാലത്ത് ഇപ്പോൾ അടുക്കുന്നത്. എന്തായാലും അതൊക്കെ വേറെ പല സ്ഥലത്തേക്കുള്ള ഓർമ്മകളാണ് വരുത്തുന്നത്, ജീവിതത്തിൽ തന്നെ പല കാര്യങ്ങളും. അപ്പൊ ഇവിടെ ഡൗൺ ടു എർത്ത് എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. എന്താണ് കാര്യം? നമ്മുടെ കാലുകൾ നിലത്ത് തന്നെ ഉറക്കണം എന്ന്. നമ്മൾ പുരോഗതി പ്രാപിച്ചു എന്നും വിചാരിച്ചിട്ട് വേറൊരു രീതിയിൽ നിൽക്കല്ല വേണ്ട. നമ്മൾ ഈ സന്ദേശം കൈമാറാനും ബാക്കി അതുപോലെ പ്രയോജനപ്രദമായിട്ട് ജീവിക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം. അതാണ് AA പ്രോഗ്രാമിന്റെ ക്രക്സ്. മനസ്സിലായി? ഇനി നമുക്ക് നോക്കാം ഈ പേജ് എന്തൊക്കെയാണ് പറയുന്നത്, സൂചിപ്പിക്കുന്നത്. 1 ഹയർ പവർ, അതായത് നമ്മളെക്കാൾ വലിയൊരു ശക്തി, അതിനെക്കുറിച്ച്. 2 റെസ്പോൺസിബിലിറ്റി ആസ് എൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി എന്നുള്ള രീതിയിലുള്ള ഉത്തരവാദിത്വം. 3 സ്പിരിച്വൽ അവേക്കനിങ്, നമുക്ക് കിട്ടുന്ന ആത്മീയമായ ഉണർവ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ്, അനുഭവമായിരിക്കാം, ഉണർവായിരിക്കാം. ഈ 3 കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോ വളരെ ഗംഭീരമായിട്ട് 11 എല്ലാവർക്കും ബൈ ബൈ. ഉറക്കം വരുന്നുണ്ട്. ആർക്കും ഒന്നും കൂട്ടിച്ചേർക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ 2 മിനിറ്റ് കൂടി നിൽക്കാം. ഇവിടെ പറയുന്നത് ഇന്നത്തേക്ക് താൽക്കാലിക വിട. ഓക്കെ, ബൈ. മോഡറേറ്റർ പ്ലീസ്. എല്ലാവർക്കും നന്ദി.